രാവിലെ തന്നെ മഴയുണ്ട്, ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട് മഴ. വലിയ മഴയല്ലെങ്കിലും ചെറുത രീതിയിൽ മഴയുണ്ട്. അപ്പം ഈടായിട്ടെല്ലാം മഴയുടെ ഒരു സൗണ്ട് കേട്ടാണ് ഞാൻ എണീക്കുന്നത്. ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും അതുപോലെ ബുൾസയും ആക്കിയെടുക്കുന്നുണ്ട്. കൂടുതൽ 2 ബ്രെഡും ഗീ തൂത്ത് മൊരിയിച്ചെടുക്കുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോഴൊക്കെ ഇപ്പം മഴയാണ്. ഞാൻ കുറച്ച് നേരം മഴയൊക്കെ കണ്ടവിടെ നിന്നു. എന്നിട്ട് ഞാൻ ചായ ഇടുവാണ്. ചായ ഇടുന്ന നേരം പാല് കുറച്ച് ഫ്രീസായിരുന്നു, അതുകൊണ്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല, നേരെ തന്നെ അത് സ്റ്റൗവിലേക്ക് വെച്ച് ബോയിൽ ചെയ്യുകയാണ്. മെൽറ്റായോ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്ത ഒന്നാണ് ഈ ചായയോ കാപ്പിയോ. കാരണം രാവിലെ എനിക്ക് ചായയോ കാപ്പിയോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അന്നത്തെ ഡേ ഫുൾ എനിക്ക് തലവേദനയായിരിക്കും. എനിക്ക് പിന്നെ ഡേ ഫുൾ എനിക്ക് സ്പോയിലായതുപോലെയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ ഇന്ന് TV കാണുന്നുണ്ട്. ഉച്ചയ്ക്ക് ചോറിന് പയറും മെഴുക്കുവരട്ടിയും പിന്നെ വെണ്ടയ്ക്ക കിച്ചടിയാണ് ഉണ്ടാക്കിയത്. പിന്നെ മീൻ എടുത്ത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോൾ ചായയൊക്കെ ഇട്ട് കുടിച്ചു. കുറച്ച് നേരം മഴയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ മഴയുള്ള ടൈമിൽ ഹോട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡിന്നറിന് വേണ്ടിയിട്ട് ചിക്കൻ കറി വെക്കുന്നുണ്ട്. സവോളയും തക്കാളിയൊക്കെ അരിഞ്ഞു ചിക്കനൊക്കെ പുരട്ടി വെച്ച് എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ചിക്കനാക്കി വെക്കുന്നുണ്ട്. ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കുളി പാസ്സാക്കാൻ വേണ്ടി പോയി. വന്നിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം സിറംസ് യൂസ് ചെയ്തു. പിന്നെ എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് അണ്ടർ ഐ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചുണ്ട് പെട്ടെന്ന് ഡ്രൈ ആവുന്നതുകൊണ്ട് നൈറ്റ് ലിപ് ബാം കൂടി ഇട്ടിട്ടാണ് ഞാൻ കിടക്കാറുള്ളത്. പിന്നെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മാംഗോസ്റ്റീൻ കിട്ടിയായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഡയറി എഴുതുന്ന ശീലമുണ്ട്. അപ്പോൾ ഞാൻ നൈറ്റ് എൻ്റെ ഡയറിയിൽ അന്നത്തെ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട്. പിന്നെ ടു ഡു ലിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നാളത്തേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്ത് അത് ഞാൻ ടു ഡു ലിസ്റ്റിൽ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ടു ഡു ലിസ്റ്റിൽ എല്ലാം നോട്ട് ചെയ്ത് വെക്കുവാണ്. പിന്നെ രാത്രി കിടക്കുന്ന മുമ്പായിട്ട് ഞാൻ വായിക്കാറുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. അപ്പം ഒരുപാട് പേജൊന്നും വായിക്കത്തില്ല, ഒരു 2-3 പേജസ് വായിച്ചിട്ട് ഡെയിലി വായിക്കും, എന്നിട്ട് ഞാൻ കിടക്കും. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.